നമസ്കാരം. ദേശീയം സാർവദേശീയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കുടിയേറ്റ വിരുദ്ധത, ന്യൂനപക്ഷ വിരുദ്ധത, തൊഴിലാളി വിരുദ്ധത, ഒരു വശത്ത് ഇതെല്ലാം ശക്തമാകുമ്പോൾ തന്നെ മറുവശത്ത് അതിശക്തമായ ചെറുത്തുനിൽപ്പുകളും നടക്കുന്നുണ്ട്. ഫ്രാൻസാണ് ഏറ്റവും മികച്ച ഉദാഹരണം. ഫ്രഞ്ച് പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ശക്തമായ മുന്നേറ്റമുണ്ടാക്കി. വലതുപക്ഷവും തീവ്ര വലതുപക്ഷവും തകർന്നടിഞ്ഞു. Рабочая крестьянская революция, о необходимости которой все время говорили большевики, совершилась! സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം, ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഉയർന്ന മുദ്രാവാക്യം. ഫ്രഞ്ച് രാജകുടുംബത്തിന്റെ ഫ്യൂഡൽ വേട്ടയാടലുകളിൽ മനം മടുത്ത തൊഴിലാളികൾ കൂട്ടത്തോടെ തെരുവിലിറങ്ങി. കോൺഗോസ് ചത്തുരത്തിൽ വെച്ച് ലൂയി 16-നെയും പ്രഭു കുടുംബാംഗങ്ങളെയും തൂക്കിലേറ്റി. തൊഴിലാളികളുടെ വർദ്ധിത വീര്യം കണ്ടപ്പോൾ മാർക്സും ഏംഗൽസും ആവേശഭരിതരായി. അവർ ഉദ്ഘോഷിച്ചു, ഇതാണ് തൊഴിലാളി വർഗ സർവാധിപത്യം. ലോകത്തെ ആദ്യ വിപ്ലവ ഭരണകൂടത്തിന് 3 മാസത്തിലധികം ആയുസ്സുണ്ടായില്ല. നവഫാസിസ്റ്റുകൾ ഭരണം തിരിച്ചുപിടിച്ചു. ഈ തെരുവിലിട്ട് തൊഴിലാളികളെ കൂട്ടക്കശാപ്പ് ചെയ്തു. അതോടെ പാരീസ് കമ്മ്യൂൺ വിസ്മൃതിയിലായി. 2024 1.5 പതിറ്റാണ്ടിനിപ്പുറം പാരീസിൽ ചെങ്കൊടി പാറുകയാണ്. ഫ്രഞ്ച് പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെടുന്ന ഇടതുപക്ഷ സഖ്യം ന്യൂ പോപ്പുലർ ഫ്രണ്ട് 182 സീറ്റുകളുമായി ഒന്നാമതെത്തി. ഫ്രഞ്ച് പാർലമെന്റിൽ ആകെ 577 സീറ്റുകൾ. ഭൂരിപക്ഷത്തിനാവശ്യം 289 സീറ്റുകൾ. ഏതെങ്കിലും കക്ഷിക്കോ മുന്നണിക്കോ ഭൂരിപക്ഷമില്ല. 182 സീറ്റുകളുമായി ന്യൂ പോപ്പുലർ ഫ്രണ്ട് ഒന്നാമതെത്തി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെ നേതൃത്വത്തിലുള്ള വലതുപക്ഷ എൻസംബിൾ സഖ്യം 163 സീറ്റുകൾ നേടി രണ്ടാമതെത്തി. മരിൻ ലെപ്പെന്നിന്റെ നേതൃത്വത്തിലുള്ള തീവ്ര വലതുപക്ഷ പാർട്ടി നാഷണൽ റാലി മൂന്നാമതെത്തി. വലതുപക്ഷത്തെ പ്രതിരോധിക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്ന ഈ ഇടതുപക്ഷത്ത് നിൽക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ഗ്രൂപ്പുകളുടെയും പാർട്ടികളുടെയും ഒരു തീരുമാനത്തിൻ്റെ ഫലമാണ്. കഴിഞ്ഞ ഒരു 10-14 വർഷമായി ഫ്രാൻസിലെ മാത്രമല്ല യൂറോപ്പിലെ ഒട്ടാകെ നമ്മൾ രാഷ്ട്രീയം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വലതുപക്ഷ രാഷ്ട്രീയ ശക്തികൾ ഒരുമിച്ച് വരികയും അവർ വളരെ ശക്തി പ്രാപിക്കുകയും ചെയ്യുകയും ഇടതുപക്ഷത്ത് നിൽക്കുന്ന ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് അത് കമ്മ്യൂണിസ്റ്റുകൾ, സോഷ്യലിസ്റ്റുകൾ, പരിസ്ഥിതിവാദികൾ, ഇങ്ങനെയൊക്കെയുള്ള പ്രസ്ഥാനങ്ങൾ വലതുപക്ഷത്തെ എതിർക്കുമ്പോൾ തന്നെ ഛിന്ന ഭിന്നമായി നിൽക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. എന്നാൽ ഇപ്പോൾ ഫ്രാൻസിൽ നടന്ന 1ാം വട്ട തെരഞ്ഞെടുപ്പിൽ ആദ്യത്തെ സന്ദർഭത്തിൽ മെറി ലെ പെന്നിൻ്റെ പാർട്ടി ഒന്നാമത് വരികയും അത് വലിയ ആപത്ത് ഫ്രാൻസിന് ഉണ്ടാക്കി വെക്കുകയും ചെയ്യുമെന്ന തിരിച്ചറിവിൻ്റെ കൂടി ഫലമായിട്ടാണ് ഈ മെലൻഷോണിൻ്റെ നേതൃത്വത്തിൽ ന്യൂ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു മുന്നണി ഉണ്ടാക്കാനുള്ള കാരണമായത്. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ അവർക്കറിയാം ഈ ലെപെന്നിൻ്റെ പാർട്ടി അതിശക്തമായി നിൽക്കുകയാണ് എന്ന തിരിച്ചറിവ് 1ാം ഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു പക്ഷേ ഇപ്പോൾ ഇടതുപക്ഷത്തിന് 189 സീറ്റുകൾ കിട്ടിയ സ്ഥലത്ത് ഈ 289 സീറ്റാണ് ഭൂരിപക്ഷത്തിന് വേണ്ടത്. പക്ഷേ ആ സീറ്റിലേക്ക് അവർക്ക് ആദ്യഘട്ടം തന്നെ ഒരു തയ്യാറെടുപ്പ് നടത്തിയിരുന്നെങ്കിൽ വരാമായിരുന്നു. പക്ഷേ 2ാം ഘട്ടത്തിൽ അവർ വന്നപ്പോൾ അവർക്കൊരു ചരിത്ര വിജയം, ഈ ഇടതുപക്ഷ വിഭാഗങ്ങൾക്കെല്ലാം ഒരു ചരിത്ര വിജയം ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. പലായനങ്ങളും യൂറോപ്പിലെ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ വളർച്ചയും തമ്മിൽ അഭേദ്യ ബന്ധമുണ്ട്. വലതുപക്ഷത്തിന്റെയും തീവ്ര വലതുപക്ഷത്തിന്റെയും പ്രധാന പ്രത്യയശാസ്ത്രം കുടിയേറ്റ വിരുദ്ധ നയങ്ങളാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലേക്കെല്ലാം ഏഷ്യ, ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിലെ സംഘർഷ മേഖലകളിൽ നിന്ന് വ്യാപകമായ പലായനമുണ്ട്. എന്നാൽ ഈ പലായനങ്ങളുടെ എല്ലാം മൂലകാരണക്കാർ പാശ്ചാത്യ രാജ്യങ്ങൾ തന്നെയാണ്. അമേരിക്കയുടെ നേതൃത്വത്തിൽ നാറ്റോ സഖ്യ രാജ്യങ്ങൾ നടത്തിയ അധിനിവേശങ്ങളാണ് പശ്ചിമേഷ്യയിൽ വൻതോതിലുള്ള പലായനങ്ങൾ സൃഷ്ടിച്ചത്. ജീവിക്കാനായി കടൽ കടന്നവർ അതോടെ ഇവരുടെ മുഖ്യ ശത്രുക്കളായി.
മറ്റ് രാജ്യങ്ങളിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഇടപെട്ട് സംഘർഷം സൃഷ്ടിക്കാം. സംഘർഷങ്ങളുടെ തിരുശേഷിപ്പാണ് പലായനം. അങ്ങനെ പലായനം ചെയ്തവർ ശത്രുക്കൾ. അവർ യൂറോപ്പിന് പുറത്തു പോകണം. തീവ്ര വലതുപക്ഷത്തിന്റെ ഈ ആവശ്യത്തിന് യൂറോപ്യൻ രാജ്യങ്ങളിൽ വലിയ സ്വീകാര്യത ലഭിച്ചു. ഫ്രാൻസ്, പോർച്ചുഗൽ, സ്വീഡൻ, ജർമ്മനി, സ്പെയിൻ, നെതർലൻഡ്, ഓസ്ട്രിയ എന്നീ രാജ്യങ്ങളിൽ തീവ്ര വലതുപക്ഷം കരുത്താർജിച്ചു. ഇറ്റലിയിൽ മുസോളിനിയുടെ കാൽപ്പാടുകൾ പിന്തുടർന്നാണ് ജിയോജിയ മെലോണി പ്രധാനമന്ത്രിയായത്. ഫ്രാൻസിലും സമാന പാത പിന്തുടർന്ന് അധികാരത്തിലെത്താമെന്ന് തീവ്ര വലതുപക്ഷക്കാരി മരിൻ ലെപെൻ കണക്കുകൂട്ടി. ആ കണക്കുകൂട്ടലാണ് ഇടതുപക്ഷ മുന്നേറ്റത്തിൽ തകർന്ന് തരിപ്പണമായത്. കുടിയേറ്റക്കാർക്കെതിരെ തീവ്ര വലതുപക്ഷം വംശീയ വിദ്വേഷം ആളിക്കത്തിക്കുമ്പോൾ തന്നെ ഫ്രാൻസ് എന്ന രാജ്യത്തെ പടുത്തുയർത്തിയത് കുടിയേറ്റക്കാരുടെ വിയർപ്പും രക്തവുമാണ്. ലോകപ്രശസ്തമായ ഫ്രഞ്ച് ഫുട്ബോൾ ടീമിന്റെ കാര്യമെടുക്കാം. മിക്ക കളിക്കാരും കുടിയേറ്റക്കാരാണ്. പലരും നിരന്തരം വംശീയ വിദ്വേഷങ്ങൾക്ക് ഇരയാവുന്നു. കരീം ബെൻസമയുടെ കാര്യമെടുക്കാം. താൻ നേരിടുന്ന വംശീയ വിദ്വേഷത്തെക്കുറിച്ച് ബെൻസമെ പറഞ്ഞതിങ്ങനെ: ഫ്രഞ്ച് ടീമിന് വേണ്ടി ഗോളടിച്ചാൽ ഞാൻ ഫ്രഞ്ചുകാരൻ, ഫ്രഞ്ച് ടീം പരാജയപ്പെട്ടാൽ ഞാൻ അറബി. ഫ്രാൻസിൽ ഏറ്റവും ജനസമ്മതിയുള്ള വ്യക്തികളിൽ ഒരാളാണ് കിലിയൻ എംബാപ്പെ. കാമറൂൺ, അൾജീരിയൻ ദമ്പതികൾക്ക് ജനിച്ച എംബാപ്പയാണ് ഇന്ന് ഫ്രഞ്ച് ഫുട്ബോൾ ടീമിന്റെ നട്ടെല്ല്. പാരീസിലെ പ്രാന്തപ്രദേശമായ ബോണ്ടിയിൽ ദാരിദ്ര്യവുമായി ഏറ്റുമുട്ടിയായിരുന്നു എംബാപ്പയുടെ ബാല്യകാലം. കടുത്ത വംശീയ വിവേചനങ്ങളെ അതിജീവിച്ചാണ് എംബാപ്പെ ലോകത്തെ 1-ാം നമ്പർ ഫുട്ബോൾ താരമായി മാറിയത്. മരിയ ലെപെന്റെ നേതൃത്വത്തിൽ നാഷണൽ റാലി പാർട്ടി ഫ്രാൻസിൽ ശക്തമായപ്പോൾ എംബാപ്പെ സ്വന്തം കാര്യം നോക്കി മിണ്ടാതിരുന്നില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സഖ്യത്തിന് വോട്ട് ചെയ്യാൻ എംബാപ്പെ ആഹ്വാനം ചെയ്തു. രാജ്യത്തിന്റെ ഭാവി ചിത്രശക്തികൾക്ക് വിട്ടുകൊടുക്കരുത്. എല്ലാവരും വോട്ടവകാശം ബുദ്ധിപൂർവം വിനിയോഗിക്കണം. എംബാപ്പയുടെ ആഹ്വാനം ഫ്രഞ്ച് ജനത ഏറ്റെടുത്തു. അതോടെ തീവ്ര വലതുപക്ഷം കൂട്ടത്തോടെ എംബാപ്പയ്ക്കെതിരെ തിരിഞ്ഞു. മരിൻ ലെപെൻ എംബാപ്പയ്ക്കെതിരെ ആഞ്ഞടിച്ചു. കോടീശ്വരന്മാരായ കായിക താരങ്ങളും കലാപ്രവർത്തകരും ഫ്രഞ്ച് ജനതയെ വോട്ട് ചെയ്യാൻ പഠിപ്പിക്കേണ്ട. ഫ്രഞ്ച് ജനത മരിൻ ലെപെന്നിനെ തള്ളി. എംബാപ്പയുടെ വാക്കുകൾ ഫ്രഞ്ച് ജനത നെഞ്ചിലേറ്റി. സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങൾ വരുമ്പോൾ കായിക താരങ്ങളും സിനിമാ താരങ്ങളുമെല്ലാം ഒന്നുകിൽ നിശബ്ദരാകും, അതുമല്ലെങ്കിൽ വലതുപക്ഷത്തോടൊപ്പം ചേരും. ഇവരിൽ നിന്നെല്ലാം എംബാപ്പെ വ്യത്യസ്തനാകുന്നു. നിലപാടുകളിൽ മറഡോണയുടെ പിൻഗാമിയാണ് എംബാപ്പെ. നവ ഉദാരവാദ നയങ്ങൾ തുറന്നുവിട്ട് ആഗോളവൽക്കരണ പ്രക്രിയ പിന്തുണയ്ക്കുന്നത് സമ്പന്ന വിഭാഗത്തെയും അല്ലെങ്കിൽ കോർപ്പറേറ്റുകളെയും തന്നെയാണ്. അവർക്ക് കുറച്ചുകൂടെ ഉദാരമായ തരത്തിൽ ജനങ്ങളെ ചൂഷണം ചെയ്യാനും ലോകത്തെ തന്നെ ചൂഷണം ചെയ്യാനുമുള്ള സാഹചര്യമുണ്ടായി. അങ്ങനെ ഈ ലാഭക്കൊതി മൂത്ത ഈ കോർപ്പറേറ്റുകൾ ചീപ്പ് ലേബറും ചീപ്പ് റിസോഴ്സസും മുന്നിൽ കണ്ടുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോവുകയും ആ വിവിധ ഭാഗങ്ങളിൽ നിന്നും ചീപ്പ് റിസോഴ്സസിന് പുറമെ ചീപ്പ് ലേബറും ഈ ശമ്പളം കുറച്ച് കൊടുത്താൽ ജോലിക്കാരെ കിട്ടുന്ന സാഹചര്യം ഉണ്ടാക്കുകയും അങ്ങനെയുള്ള മൂന്നാം ലോക രാജ്യങ്ങളിൽ നിന്നും ഈ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക്, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് ഒരുപാട് ആളുകൾ വരികയും ചെയ്തു. അപ്പോൾ ഇവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ, ഒരു ഭാഗത്ത് ഈ ആഗോളവൽക്കരണ നയങ്ങളുടെ ഭാഗമായി കോർപ്പറേറ്റുകളുടെ ലാഭം കുന്നുകൂടിയപ്പോൾ മധ്യവർത്തികളും അതിൻ്റെ താഴെയുള്ള ജനവിഭാഗങ്ങളുടെ ശമ്പളം വർഷങ്ങളായി വർദ്ധിക്കുന്നില്ലെന്ന് മാത്രമല്ല, അവരുടെ ജോലി നഷ്ടപ്പെടുകയും അവരുടെ വരുമാനം നഷ്ടപ്പെടുകയും അവർ നിരാലംബരാകുകയും ചെയ്യുന്ന സ്ഥിതിയുണ്ടായി. അങ്ങനെ സ്ഥിതി ഉണ്ടായപ്പോൾ വാസ്തവത്തിൽ ഈ നവോദാരവാദ നയങ്ങളാണ് അതിന് കാരണമെന്ന് പ്രഖ്യാപിക്കാതെ അവർ ശത്രുക്കളായി കാണുന്നത് ഇവർ തന്നെ വഴിയൊരുക്കി കൊണ്ടുവന്ന അന്യദേശങ്ങളിൽ നിന്ന് വന്ന ആളുകളെയാണ്. ഫ്രഞ്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് യൂറോപ്യൻ യൂണിയൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. അന്ന് മരിൻ ലെപെന്നിന്റെ നേതൃത്വത്തിലുള്ള വലതുപക്ഷ നാഷണൽ റാലി പാർട്ടി ഒന്നാമതെത്തി. നാഷണൽ റാലി പാർട്ടിക്ക് 31.5% വോട്ടും ഇമ്മാനുവൽ മാക്രോണിന്റെ റിനൈസൻസ് പാർട്ടിക്ക് 15% വോട്ടും സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് 14% വോട്ടും ഇടതുപക്ഷ ഫ്രാൻസ് ഇൻസുമീസ് പാർട്ടിക്ക് 10% വോട്ടും
ഗ്രീസ് പാർട്ടിക്ക് 5.5% വോട്ട് ലഭിച്ചു. ആ തെരഞ്ഞെടുപ്പിൽ കണ്ടത് തീവ്ര വലതുപക്ഷത്തിന്റെ മുന്നേറ്റമായിരുന്നു. വർഗീയവും വംശീയവുമായ വിഷം ചീറ്റുന്ന മരിൻ ലെപെൻ ഫ്രഞ്ച് ഭരണം പിടിക്കാൻ പോകുന്നതിന്റെ സൂചനയായിരുന്നു ആ തെരഞ്ഞെടുപ്പ്. മരിൻ ലെപെന്നിനെ നേരിടാനുള്ള ശേഷി ഇമാനുവൽ മാക്രോണിനില്ല. തീവ്ര വലതുപക്ഷത്തെ നേരിടാൻ വലതുപക്ഷത്തിനാകില്ല. ഈ ദൗത്യം റാങ്ലുക് മെലോഷോണിന്റെ നേതൃത്വത്തിൽ ഫ്രാൻസിലെ ഇടതുപക്ഷം ഏറ്റെടുത്തു. ഫ്രാൻസ് ഇൻസൂമിസ് പാർട്ടിയും സോഷ്യലിസ്റ്റ് പാർട്ടിയും ഗ്രീസ് പാർട്ടിയും കൈകോർത്തു. സഖ്യം ജനങ്ങൾക്ക് മുന്നിൽ തൊഴിലാളിപക്ഷ അജണ്ട മുന്നോട്ട് വെച്ചു. ഫ്രാൻസിലെ മിനിമം കൂലി 2000 യൂറോയാക്കി ഉയർത്തും. അവശ്യ വസ്തുക്കൾക്ക് വിലപരിധി നിശ്ചയിക്കും. പെൻഷൻ പ്രായം ഉയർത്തില്ല. ഗതാഗത രംഗത്തെ പൊതുനിക്ഷേപം വർദ്ധിപ്പിക്കും. സമ്പന്നർക്ക് മേൽ സ്വത്ത് നികുതി ചുമത്തും എന്നിവയായിരുന്നു വോട്ടർമാർക്ക് മുന്നിൽ ഇടതുപക്ഷം വെച്ച പ്രധാന വാഗ്ദാനങ്ങൾ. യഥാർത്ഥ കാരണങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ വളരെ തൊലിപ്പുറമേ ഉള്ള പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുന്ന, അതിനെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഈ വലതുപക്ഷ ശക്തികൾ, അത് ജർമ്മനിയിലെ AfD ആവട്ടെ, ഇപ്പോൾ വളരെ വലിയ വിജയം UK നേടിയിരിക്കുന്ന റിഫോം UK പാർട്ടി ആവട്ടെ, അത് വലിയ ആപത്ത് സൂചനയാണ് നൽകുന്നത്. 2 സീറ്റുകളിൽ നിന്ന് അവർ 89 സീറ്റുകളിലേക്ക് നയൽ ഫറാജിൻ്റെ പാർട്ടി വിജയിച്ചിട്ടുണ്ട്. ഈ മരീൻ ലെപെന്നിൻ്റെ ഫ്രാൻസിലെ പാർട്ടിയുടെ ശക്തിപ്പെടൽ മറ്റൊരു ഉദാഹരണമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ജനാധിപത്യത്തിൻ്റെ വലിയ ആഘോഷം നടക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം ഇപ്പോൾ നാം കാണുന്നത്, അവിടെ എല്ലാം ഈ നവോദാരവാദ സിദ്ധാന്തങ്ങൾ ശക്തമാണ് എന്ന് നമ്മൾ കൂടി തിരിച്ചറിയണം. അപ്പോൾ അവിടങ്ങളിലാണ് ഈ വളരെ വലിയ തരത്തിലുള്ള ഈ വലതുപക്ഷ ഗ്രൂപ്പുകളുടെ ശക്തിപ്പെടൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെ ചെറുക്കണമെങ്കിൽ ഈ ഫ്രാൻസിലുണ്ടായതുപോലെ ഈ സോഷ്യലിസ്റ്റ് കക്ഷികൾ, കമ്മ്യൂണിസ്റ്റ് കക്ഷികൾ, പരിസ്ഥിതിവാദികൾ, മനുഷ്യാവകാശ പ്രവർത്തകർ ഇവരെല്ലാം ഒരുമിച്ച് വന്ന് യഥാർത്ഥത്തിൽ ഈ നവോദാരവാദ നയങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങളും ശക്തിപ്പെടുത്തിയാൽ മാത്രമേ ഈ വലതുപക്ഷ വൽക്കരണത്തെ എതിർക്കാൻ കഴിയൂ. ഫ്രഞ്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഒരു വലിയ സന്ദേശം മുന്നോട്ട് വയ്ക്കുന്നു. വലതുപക്ഷത്തെയും തീവ്ര വലതുപക്ഷത്തെയും നേരിടാൻ ഇടതുപക്ഷത്തിനെ സാധിക്കൂ എന്ന സന്ദേശം.